വിവാദങ്ങൾ ഒഴിയാതെ ടിവികെയും വിജയും ചെന്നൈ ടി നഗറിൽ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതിനും ഗതാഗത തടസ്സത്തിനും വിജയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ചൂടേറിയ പ്രചാരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. മധുരയിൽ ഉദയനിധി സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്നുകൊണ്ടെത്തി. പ്രാദേശികവാദമുയർത്തിയാണ് DMKയുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പിൽ ദില്ലി സംഘത്തെ തമിഴ്നാട് ആട്ടിയോടിക്കുമെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. தமிழ்நாட்டுடைய உரிமை பறிக்கின்ற இந்த டீலிமிட்டேஷனுக்கு எதிராக தமிழ்நாட்டுடைய ஒவ்வொரு குடும்பமும் வீதிக்கு வந்து நாம போராட வேண்டும். இன்னைக்கு தமிழ்நாடு முழுக்க சட்ட நகலை எரிக்கணும். நம்முடைய தலைவர் அவர்கள் நாமக்கல் இருக்காங்க. நாம எல்லாம் சேர்ந்து அந்த சட்ட நகலை இன்னைக்கு இங்க எரிக்க போறோம். அது இப்படிப்பட்ட பாசிஸ்டுகளுக்கும் அடிமைகளுக்கும் சரியான பாடத்தை கற்றுக் கொடுக்க வேண்டிய தேதி ஏப்ரல் 23 சட்டமன்ற தேர்தல் நடைபெற போகுது. மே 4ஆம் தேதி வாக்கு எண்ணிக்கையின் போது மீண்டும் நம்முடைய தலைவர் தான் முதலமைச்சர் வரப்போவது உறுதி. அப்போ அதற்கு மேலும் வலுசேர்க்கிற விதமாக இந்த மதுரை கிழக்கு தொகுதியில அந்த மூர்த்தி அவர்களுக்கு அதிகமான வாக்கு வித்தியாசத்துல உதயசூரிய சின்னத்துல வாக்களித்து மிகப்பெரிய வெற்றியை தேடி தரணும். അതിൽ പോലാണോ മധുരയിൽ നിന്ന് ചേരുന്നത്? അതിൽ ഇന്നിപ്പോൾ മധുരയിൽ ആവേശം പകർന്നുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നു. BJPക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. മറുഭാഗത്ത് വിജയെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ഒരു കേസ് കൂടി വരുന്നു. ഉറപ്പായും വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് കൂടി വന്നിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം ടി നഗറിൽ ചെന്നൈയിൽ ഒരു റോഡ് ഷോ നടത്തിയിരുന്നു. വലിയ ആളുകൾ കൂടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് അങ്ങനെ ഒരു അനുമതി റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കാണുകയും അതൊരു പരാതിയായി പോവുകയും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് തമിഴ്നാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം കേസുകളും കുരുക്കുകളും വിവാദങ്ങളും മുറുകുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ദിവസവും കഴിയുന്തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്താകട്ടെ DMKയുടെ പ്രചരണ യോഗങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകൾ, പ്രവർത്തകർ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് മധുരയിലടക്കം ഇന്ന് നമ്മൾ കണ്ടത്. മധുരയിലെ 4 ഇടങ്ങളിൽ ഇന്ന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ എത്തിയിരുന്നു. ഉദയനിധി സ്റ്റാലിന്റെയും DMKയുടെയും പ്രധാന പ്രചരണ വിഷയം ഇപ്പോൾ നടക്കുന്ന മണ്ഡല പുനർനിർണയമാണ്. ദില്ലി സംഘം തമിഴ്നാടിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ് DMKയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ശരി, ആദിൽ പാലോടും ഒപ്പം ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ മനു ബാലകൃഷ്ണനും തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെ ഓരോ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ ആദിൽ മധുരയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.